കൃത്യം ഒരൊറ്റ മാസം ഒടുക്കത്തെ ജനവിധി വാരിക്കൂട്ടി കേരളത്തിന്റെ ഭരണം എടുക്കുമ്പോൾ UDF വിചാരിച്ചു ഇനി ഇന്ദ്രനും ചന്ദ്രനും മുകളിൽ നമ്മൾ മാത്രമാണെന്ന്. ജനങ്ങൾ ആഗ്രഹിച്ച മുഖം തന്നെ കസേരയിലെത്തി, മന്ത്രിമാർ ഓഫീസുകളിൽ കയറി ഇരിപ്പുറപ്പിച്ചു. പക്ഷെ ഇതാ ഇപ്പോൾ അണിയറയിൽ ആരും പ്രതീക്ഷിക്കാത്ത ചില ഞെട്ടിക്കുന്ന നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഒരു മാസം തികയുമ്പോഴേക്കും ആ മധുവിധുവിന്റെ പായസം അടിയോടെ കരിഞ്ഞു പിടിച്ചിരിക്കുന്നു. കേരള രാഷ്ട്രീയത്തെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളെ പോലും പിടിച്ചുലക്കുന്ന രീതിയിൽ മന്ത്രിമാരുടെ ഓഫീസുകൾക്കുള്ളിൽ വിള്ളലുകൾ വീണു കഴിഞ്ഞു. ആരോഗ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിമാരും ഒന്നിച്ച് രാജിവെച്ച് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. എന്താണ് ഈ പെട്ടെന്നുള്ള കൂട്ടരാജിയുടെ പിന്നിൽ? ഭരണത്തിന്റെ കിച്ചണിൽ അമ്മായിയമ്മ പോലും പാത്രം കൊട്ടലും തുടങ്ങിയത് എന്തിനു വേണ്ടിയാണ്? ഇതിലും വലിയൊരു ട്വിസ്റ്റ് അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഒന്നുറപ്പാ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടു തീർക്കുകയാണെങ്കിൽ നിലവിലെ ഭരണപക്ഷത്തിന്റെ അവസ്ഥയോർത്ത് നിങ്ങൾക്ക് ഒന്നുകിൽ ചിരി വരും, അല്ലെങ്കിൽ സഹതാപം തോന്നും. അതെ, കഥ തുടങ്ങുന്നത് പഴയൊരു പഞ്ചതന്ത്രം കഥയെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീ ആയി എന്ന് പണ്ടാരോ പറഞ്ഞത് എത്ര കൃത്യമാണ്. നമ്മുടെ UDFന് ജനങ്ങൾ 100-ൽ പരം സീറ്റിന്റെ ബമ്പർ ലോട്ടറി അടിച്ച് ഭരണം ഏൽപ്പിച്ചങ്ങ് കൈ വെച്ച് കൊടുത്തപ്പോൾ നമ്മൾ കരുതി ഇനിയെങ്കിലും ഇവമാർ നന്നാകുമെന്ന്. പഴയ ഗ്രൂപ്പിന്റെ അടിപിടിയും ഗ്രൂപ്പ് തിരിഞ്ഞുള്ള കുതികാൽ വെട്ടുമൊക്കെ അതെല്ലാം മറന്ന് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുമെന്ന്. എന്നാൽ കോൺഗ്രസിനെ അടുത്തറിയാവുന്ന ആർക്കെങ്കിലും ഇങ്ങനെ തോന്നുമോ? ഇല്ലേ ഇല്ല. മധുവിധു ആഘോഷിക്കാൻ ഒരു മാസം നമ്മൾ അനുവദിച്ചു. എന്നാൽ ആ ഒരു മാസം തികഞ്ഞ അന്ന് തന്നെ റിയൽ ലൈഫിലെ അടുക്കളപ്പോർ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പൊ അവസ്ഥ എന്താണെന്നറിയോ? ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന് പറയും പോലെയാണ് KPCC പ്രസിഡന്റ് സ്ഥാനം. ഇപ്പോഴും സ്വന്തമായൊരു മുഴുവൻ സമയ പ്രസിഡന്റ് ഇല്ലാത്ത അവസ്ഥയിലാണ് KPCC ഉള്ളത്. ചോദിക്കാൻ ആളുമില്ല, പറയാൻ നാഥനുമില്ല. നാഥനില്ലാ കളരിയായി കിടക്കുന്നു. ഇനി യുവാക്കളുടെ ചോരത്തിളപ്പുള്ള യൂത്ത് കോൺഗ്രസിന്റെ കാര്യം എന്താണ്? അവിടെയും സംസ്ഥാന പ്രസിഡന്റിന്റെ കസേര അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അധികാരത്തിലില്ലാത്തപ്പോൾ പരസ്പരം തല്ലുകൂടിയവർ ഭരണം കിട്ടിയപ്പോഴെങ്കിലും അത് തിരുത്തേണ്ടതായിരുന്നു. പക്ഷേ പഴയ കോൺഗ്രസ് സംസ്കാരം എങ്ങോട്ടേക്കാ പോകുന്നത്? മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പരസ്യമായി ഗ്രൂപ്പുകളിൽ പറയില്ല എന്ന് പ്രതിജ്ഞ എടുത്തവർ ഇപ്പോൾ തികച്ചും പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും പരസ്പരം കൊത്തിക്കീറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്നത്. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും 2 അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിമാരും ഒന്നിച്ച് രാജിവെച്ചിറങ്ങി പോവുക. ഒന്നാലോചിച്ച് നോക്കൂ. ഒരു ഭരണത്തിന്റെ ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ ഒരു മന്ത്രിയുടെ ഓഫീസിൽ ഇത്രയും വലിയ പുകിൽ നടക്കണമെങ്കിൽ അവിടുത്തെ അവസ്ഥ എത്രത്തോളം ദയനീയമായിരിക്കും? ഓഫീസിനുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും തർക്കങ്ങളും ഒക്കെയാണ് ഈ കൂട്ടരാജിയുടെ പിന്നിലെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അടിയും പിടിയും ചീറ്റലും പൊട്ടലും ഒന്നും ഇല്ലാതെ ഒരു ദിവസം പോലും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സൂര്യൻ ഉദിക്കുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി നമുക്ക് ഈ കഥയിലെ പ്രധാന വില്ലനിലേക്ക്, അല്ലെങ്കിൽ ആ വമ്പൻ ട്വിസ്റ്റിലേക്ക് കിടക്കാം. മറ്റാരുമല്ല, സാക്ഷാൽ KC വേണുഗോപാലാണ്. ഇന്ത്യ മഹാരാജ്യത്ത് AICC ജനറൽ സെക്രട്ടറി ആയി നടന്ന് വലിയ ഇമേജ് ഉണ്ടാക്കിയ ആളാണ്. പക്ഷേ കേരളത്തിൽ ഈ പുതിയ സർക്കാർ വന്നതോടെ KCയുടെ സകല ഇമേജും ജനങ്ങളുടെ മുന്നിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ നീക്കം? ഇത്രയും സീറ്റ് കിട്ടിയപ്പോൾ പടുകൂറ്റൻ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ വന്നപ്പോൾ ആ വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും കൊടുക്കേണ്ടത് താഴെത്തട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട നേതാക്കൾക്കും പാർട്ടിക്കാർക്കും ഒക്കെയാണ്. ജനങ്ങൾ VD സതീശൻ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചു, ലീഗും ആഗ്രഹിച്ചു. ലീഗിന്റെ മുന്നേറ്റത്തിൽ അങ്ങനെയായി. എന്നാൽ കഷ്ടപ്പെട്ട് ബിരിയാണി ചെമ്പ് തുറക്കാൻ നോക്കുമ്പോൾ ഡൽഹിയിൽ നിന്നും പറന്നിറങ്ങി അതിന്റെ മുകളിൽ ഇരിപ്പുറപ്പിക്കാൻ നോക്കിയ ആളാണ് KC വേണുഗോപാൽ. ഒരു വലിയ മുതിർന്ന നേതാവിന് ചേരാത്ത വിധത്തിലുള്ള പക്വതയില്ലായ്മയാണ് അദ്ദേഹം കാണിച്ചത്. നമുക്കൊരു ഉപമയിലൂടെ തന്നെ ഇത് മനസ്സിലാക്കാം. ബേക്കറിയിൽ ഇരിക്കുന്ന തൊഴിലാളി കഷ്ടപ്പെട്ട് മൈദയും പഞ്ചസാരയും ഒക്കെ കൂട്ടി നല്ല ഒന്നാന്തരം ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കുന്നു. കേക്ക് റെഡിയായി കഴിഞ്ഞപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ മുതലാളി ഓടി വന്ന് അതിന്റെ മുകളിൽ ഭംഗിക്ക് ഒരൊറ്റ ചെറിപ്പഴം എടുത്തു വെക്കുന്നു. എന്നിട്ട് ആളുകളോട് പറയുന്നു, ഇതാ കണ്ടോ, ഈ കേക്ക് ഉണ്ടാക്കിയത് ഞാനാണ്. ഇതേ ചെറിപ്പഴം ഓപ്പറേഷനാണ് KC വേണുഗോപാൽ കേരളത്തിൽ നടത്താൻ നോക്കിയത്. പണിയെടുത്തത് മുഴുവൻ നേതാക്കളും അണികളും. KCക്ക് അതിന് പുത്തരിയും വേണം. എന്തായാലും യഥാർത്ഥത്തിൽ ഇതൊന്നും അല്ലാതെ മറ്റൊരു കോൺഗ്രസ് നേതാവിന് ഈ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരുമെന്ന് യാതൊരു ശുഭാപ്തി വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. VDക്ക് തന്നെയായിരുന്നു ആ ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് KC വേണുഗോപാൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MP ആയത്. അദ്ദേഹം വിചാരിച്ചു കയ്യിലിരിക്കുന്നതെങ്കിലും പോകാതിരിക്കട്ടെ, ഉത്തരത്തിലുള്ളത് പിന്നെ നോക്കാമെന്ന്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ രാജ്യസഭാ സീറ്റാകട്ടെ കോൺഗ്രസിന്റെ മണ്ടത്തരം കൊണ്ട് BJPയുടെ കയ്യിലേക്ക് പോവുകയും ചെയ്തു.
ഒടുവിൽ ഡൽഹിയിലെ രാഹുൽ ഗാന്ധിയുടെ ഉറ്റതോടൻ എന്ന ഇമേജും വെച്ച് ഈസിയായി വന്ന് ഇവിടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാമെന്നൊക്കെയാണ് കെ സി കണക്ക് കൂട്ടിയത്. പക്ഷേ സോഷ്യൽ മീഡിയയുടെയും ജനങ്ങളുടെയും വലിയ പ്രതികരണത്തിന് മുന്നിൽ കെ സിയുടെ ആ വലിയ മോഹം വെറും ജലരേഖയായി മാറി. ഒടുവിൽ വി ഡി സതീശൻ തന്നെ കസേര ഉറപ്പിച്ചു. പിന്നെ ലീഗിന്റെ പക്ക പ്രൊമോഷൻ വീടിക്കായിരുന്നു. മുഖ്യമന്ത്രി കസേര കിട്ടിയില്ലെങ്കിൽ വേണ്ട, എന്നാൽ പിന്നെ ഈ സതീശനെ ഞാൻ സമാധാനത്തോടെ ഭരിക്കാൻ അനുവദിക്കില്ല എന്നൊരു രഹസ്യവാശി ഇപ്പോൾ കെ സിക്ക് ഉണ്ടായിരുന്നോ എന്നാണ് നമ്മൾ സംശയിക്കേണ്ടത്. ഞാനിത് വീടിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വീഡിയോയേ അല്ല, അതാദ്യം മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയൊരു പ്രസ്താവനയുണ്ട്, കേരളം ഭരിക്കുന്നത് BJP അല്ല എന്ന് ഭരിക്കുന്നവർ ഓർക്കണമെന്ന്. എന്തൊരു സർക്കാസം! ഇത് ആരുദ്ദേശിച്ചാണ് പറഞ്ഞത്? സ്വന്തം മുന്നണിയിലെ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും കുത്താൻ വേണ്ടി അല്ലാതെ മറ്റെന്തിനാ ഇങ്ങനെ ഒരു ഡയലോഗ് അടിക്കുന്നത്? ഇവിടെയാണ് അദാനി ഗ്രൂപ്പുമായിട്ടുള്ള വിവാദം വരുന്നത്. നിലവിൽ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് അദാനിയുമായി 40 വർഷത്തെ കരാറുണ്ട്. ഒരു പുതിയ സർക്കാർ വന്നതുകൊണ്ട് മാത്രം ആ കരാർ നാളെ രാവിലെ റദ്ദാക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അദാനിയെ ഇവിടുന്ന് ഓടിച്ചു വിടാൻ പറ്റുമോ? ഡൽഹിയിൽ രാഹുൽ ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ അദാനിയോട് രാഷ്ട്രീയമായി പിണക്കമുണ്ടെന്ന് കരുതി കേരളത്തിലെ ജനങ്ങൾ വികസനം വേണ്ടെന്ന് വെക്കണമെന്നാണോ ഈ ഹൈക്കമാൻഡ് ഗ്രൂപ്പുകാർ പറയുന്നത്? കേരളത്തിൽ അല്ലെങ്കിലേ ഒന്നുമില്ല, ഉള്ളത് ഇവന്മാർ തുരത്തി ഓടിക്കാൻ നോക്കുമ്പോൾ കണ്ടു നിൽക്കാൻ പറ്റുമോ? മുമ്പ് CPM ഭരിച്ചപ്പോൾ പിണറായി വിജയൻ ഡൽഹിയിലെ പാർട്ടിയിലെ നോക്കിയല്ല ഇവിടെ ഭരിച്ചത്. അത് മനസ്സിലാക്കാതെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ പേരും പറഞ്ഞ് സ്വന്തം മുഖ്യമന്ത്രിയെ കോർണർ ചെയ്യാൻ KC ഗ്രൂപ്പ് ശ്രമിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിഷയം, തോട്ടണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ വിഷയം, PSC ഓഫീസിലെ തർക്കങ്ങൾ, ഇതെല്ലാം ഉയർത്തിപ്പിടിച്ച് VD സതീശനെ മണിച്ചിത്രത്താഴിട്ട് കൂട്ടാനാണ് ഇവന്മാരുടെ ശ്രമം. പക്ഷേ സതീശൻ അത്ര എളുപ്പത്തിൽ വീഴാൻ ഒരുക്കുമല്ല. അദ്ദേഹം വലിയൊരു രാഷ്ട്രീയ അഭ്യസിയാണ്. അതുകൊണ്ടാണല്ലോ ജയിച്ചു കയറി പോക്കി CM ആയി മാറിയത്. എന്തായാലും അതിൽ നിന്നെല്ലാം അദ്ദേഹം വരാല് പോലെ തന്ത്രപൂർവ്വം വഴുതി മാറാൻ വേണ്ടി നന്നായി ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ഈ വിവാദങ്ങളിൽ സർക്കാരിന് ചെറിയൊരു ജാഗ്രതക്കുറവ് സംഭവിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. അത് മുതലെടുത്താണ് ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് അതിൽ നിന്ന് തന്നെ സതീശനെ കുതുകാലിട്ട് വെട്ടുന്നത്. ഇനി ഈ രാഷ്ട്രീയ നാടകത്തിലെ മറ്റൊരു രസകരമായ അധ്യായം നോക്കാം. വെള്ളാപ്പള്ളി നടേശനും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം. KC വേണുഗോപാലിന് ഒട്ടും താല്പര്യമില്ലാത്ത ആളായിരുന്നു വെള്ളാപ്പള്ളി. കോളേജുകളിലേക്ക് തസ്തിക അനുവദിച്ച വിഷയത്തിലും പിന്നെ മഹേഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലുമൊക്കെ വെള്ളാപ്പള്ളിക്കെതിരെ നടപടിയെടുക്കാൻ KC ഗ്രൂപ്പ് ഇഷ്ടംപോലെ തന്ത്രം പയറ്റിയതാണ്. എന്നാൽ ഇവിടെയാണ് നമ്മുടെ ചെന്നിത്തലയുടെ എൻട്രി. വെള്ളാപ്പള്ളിയെ പിണക്കാതെ വട്ടം പിടിച്ച് നിർത്താൻ ചെന്നിത്തല പ്രത്യേക ശ്രദ്ധ കാണിക്കുന്നുണ്ട്. കാരണം അത് പഴയ സ്കൂൾ രാഷ്ട്രീയമാണ്, പരസ്പരം സഹായിക്കുന്ന തന്ത്രം. ഇതിന്റെ യഥാർത്ഥ സൂത്രധാരനും ചെന്നിത്തലയാണെന്നാണ് നിലവിലെ കണക്ക് കൂട്ടലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളുടെ കിടപ്പിപ്പോൾ മനസ്സിലായില്ലേ? KC വേണുഗോപാലിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? ഈ സർക്കാരിനെ സുഖമായി ഭരിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നത് തന്നെയാണ്. നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നത് അത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. എന്തായാലും ഈ ലക്ഷ്യത്തിൽ സതീശൻ വീഴുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സതീശനെ ഒട്ടും ന്യായീകരിക്കേണ്ട. പക്ഷേ ഇവരുടെ ഗ്രൂപ്പ് രാഷ്ട്രീയം ഒരു കാലത്തും മതിയാവില്ല. UDF ആയാലും LDF ആയാലും ആരിവിടെ ഭരിച്ചാലും ഇതൊക്കെ തന്നെ ആയിരിക്കും കേരളത്തിന്റെ അവസ്ഥ. ഒരു മാറ്റം വരാതെ ഇനി കേരളത്തിനും ഒരു നല്ല കാലം വരില്ല, അത് തീർച്ചയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.